ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന. ട്രാൻസ്ഫർ റൗണ്ടപ്പിൻ്റെ 31ാമത്തെ എപ്പിസോഡിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഫുട്ബോൾ ലോകത്തെ പ്രധാനപ്പെട്ട ട്രാൻസ്ഫർ വാർത്തകളും അതുപോലെ തന്നെ റൂമറുകളും നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട്. ഇന്ന് 26 താരങ്ങളുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റുകളാണ് നമുക്ക് പങ്കുവെക്കാനുള്ളത്. അത് ഓരോന്നായിക്കൊണ്ട് നമുക്കൊന്ന് പരിശോധിക്കാം. ഒന്നാമത്തെ താരം അത് വിക്ടർ ഒസിമെൻ ആണ്. അതായത് ഈ താരത്തെ തുർക്കിഷ് ക്ലബ്ബായ ഗലാറ്റസറെ സ്വന്തമാക്കി കഴിഞ്ഞിട്ടുണ്ട്. അദ്ദേഹം അവിടേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ട്. അതേസമയം അവരുടെ മറ്റൊരു സ്ട്രൈക്കറായ മൊറാറ്റ ടീമിനോടൊപ്പം ഇപ്പോൾ ട്രെയിനിങ് നടത്തിയിട്ടില്ല. അദ്ദേഹം ഇറ്റാലിയൻ ക്ലബ്ബായ കോമോയിലേക്ക് പോകാനുള്ള ഒരുക്കത്തിലാണ് എന്നാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത്. ഇനി രണ്ടാമത്തെ താരം അത് ലുക്മാൻ ആണ്. അറ്റ്ലാന്റയ്ക്ക് വേണ്ടി ഇന്റർ മിലാൻ 45 മില്യൺ യൂറോയുടെ ഒരു ഓഫർ നൽകിയിട്ടുണ്ടെങ്കിലും അത് അവർ സ്വീകരിച്ചിട്ടില്ല. ക്ലബ്ബ് വിടാനാണ് താൻ ആഗ്രഹിക്കുന്നത് എന്ന കാര്യം ലുക്മാൻ അറ്റ്ലാന്റയെ അറിയിച്ചിട്ടുണ്ട്. എന്നാൽ ക്ലബ്ബ് വിടാനുള്ള ഒരു അനുമതി ഈ താരത്തിന് അവർ നൽകിയിട്ടില്ല. 50 മില്യൺ യൂറോ എങ്കിലും താരത്തിന് വേണ്ടി ലഭിക്കണം എന്നാണ് ഈ ക്ലബിന്റെ നിലപാട്. ഇനി മൂന്നാമത്തെ താരം അത് മാലിക് ഫൊഫാനയാണ്. ഈ താരത്തിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ എവേർട്ടൺ തുടരുകയാണ്. അദ്ദേഹം ഒരു ഫൈനൽ ഡിസിഷൻ എടുത്തിട്ടില്ല. അതേസമയം അസാനോ ഡിയാവോ, കുബോ എന്നിവർക്ക് വേണ്ടിയും എവേർട്ടൺ ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. ഇതിൽ അസാനോ ഡിയാവോയുടെ ക്ലബ്ബായ കോമോ അത് നിരസിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. കുബോയെ എത്തിക്കാൻ എവേർട്ടന് സാധിക്കുമോ എന്നുള്ളതൊക്കെ കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്. ഇനി നാലാമത്തേത് ആരോൺ റാംസഡൈലുമായി ബന്ധപ്പെട്ടതാണ്. ഇദ്ദേഹം ന്യൂകാസിൽ യുണൈറ്റഡിലേക്കാണ് എന്നുള്ളത് ഇപ്പോൾ സ്ഥിരീകരിക്കപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. ലോൺ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തെ കൊണ്ടുവന്നിട്ടുള്ളത്. ഇദ്ദേഹത്തെ തിരികെ എത്തിക്കാനുള്ള ഒരു ഓപ്ഷനും ഇപ്പോൾ സതാംപ്ടണ് ലഭ്യമാണ്. ഇനി അഞ്ചാമത്തേത് മറ്റൊരു ഗോൾ കീപ്പറായ സ്റ്റീഫൻ ഒർട്ടേഗയാണ്. മാഞ്ചസ്റ്റർ സിറ്റി പുതിയ ഗോൾ കീപ്പർ ആയിക്കൊണ്ട് ജെയിംസ് ട്രഫോർഡിനെ കൊണ്ടുവന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒർട്ടാഗോയോട് ക്ലബ്ബ് വിട്ട് പുറത്തു പോകാൻ ഇപ്പോൾ മാഞ്ചസ്റ്റർ സിറ്റി ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആറാമത്തെ താരം അത് ലൂക്ക യോവിച്ച് ആണ്. സെർബിയൻ താരമായ ഇദ്ദേഹം ഇതുവരെ AC മിലാന്റെ ഭാഗമായിരുന്നു. മെക്സിക്കൻ ക്ലബ്ബായ ക്രൂസ് അസൂൾ താരത്തിന് ഓഫർ നൽകിക്കൊണ്ട് ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട്. ഈ ഓഫർ സ്ട്രൈക്കർ കാര്യമായി പരിഗണിക്കുന്നുണ്ട്. ഇനി ഏഴാമത്തെ താരം അത് ബ്രയാൻ സരഗോസയാണ്. ജർമ്മൻ ക്ലബ്ബായ ബയേൺ മ്യൂണിക്കിന്റെ താരമാണ് സരഗോസ. ഇദ്ദേഹത്തെ സ്പാനിഷ് ക്ലബ്ബായ സെൽറ്റ വിഗോ സ്വന്തമാക്കിയിട്ടുണ്ട്. ലോൺ അടിസ്ഥാനത്തിലാണ് കൊണ്ടുവന്നിട്ടുള്ളത്. ഇനി എട്ടാമത്തേത് ജർമ്മൻ ഇതിഹാസമായ തോമസ് മുള്ളറാണ്. കനേഡിയൻ ക്ലബ്ബായ വാങ്കോവർ വൈറ്റ് കാപ്സ് ആണ് ഇദ്ദേഹത്തെ സ്വന്തമാക്കിയിട്ടുള്ളത്. നമുക്കറിയാം MLS കളിക്കുന്ന ടീമാണ് വാങ്കോവർ വൈറ്റ് കാപ്സ്. 2 വർഷത്തെ കരാറിലാണ് അദ്ദേഹം ഒപ്പുവെക്കുന്നത്. ആദ്യം വിരമിക്കാൻ തീരുമാനിച്ച ഒരു താരമായിരുന്നു തോമസ് മുള്ളർ. പക്ഷേ പിന്നീട് അദ്ദേഹം തന്റെ തീരുമാനം മാറ്റുകയായിരുന്നു. ഇനി 9ാമത്തെ താരം അത് മാർക്ക് കുക്കുറയാണ്. ഇദ്ദേഹത്തെ കൈവിടാൻ ചെൽസി ഒരുക്കമല്ല എന്നുള്ളത് മാത്രമല്ല, താരത്തിന്റെ കോൺട്രാക്ട് പുതുക്കാനുള്ള ഒരുക്കത്തിലാണ് അവരിപ്പോൾ ഉള്ളത്. പുതിയ ഒരു കോൺട്രാക്ട് താരത്തിന് ഓഫർ ചെയ്തേക്കും. അൽ നസർ ഈ താരത്തിന് വേണ്ടി ശ്രമങ്ങൾ ഒന്നും നടത്തിയിട്ടില്ല. പുതുതായി വരുന്ന ജോറൽ ഹാറ്റോയെ ബാക്കപ്പ് ഓപ്ഷൻ ആയിക്കൊണ്ടാണ് ചെൽസി പരിഗണിക്കുക. ഇനി 10ാമത്തെ താരം അത് ജാവോ ഫെലിക്സ് ആണ്. ഈ താരത്തിന്റെ കാര്യത്തിൽ ഒഫീഷ്യൽ പ്രഖ്യാപനം വന്നു കഴിഞ്ഞു. സൗദി അറേബ്യയിലാണ് ഈ പോർച്ചുഗീസ് താരം ഇനി കളിക്കുക. 2 വർഷത്തെ കരാറിലാണ് അദ്ദേഹം ഒപ്പുവെച്ചിട്ടുള്ളത്. 30 മില്യൺ യൂറോക്ക് പുറമെ ആഡ് ഓൺസും അതുപോലെ തന്നെ സെൽ ഓൺ ക്ലോസും താരത്തിന്റെ ഡീലിൽ ഇപ്പോൾ ലഭ്യമാണ്. ഇനി 11ാമത്തെ താരം അത് ഹാർലി ജെയിംസ് ആണ്. സെന്റർ ബാക്ക് പൊസിഷനിൽ കളിക്കുന്ന ഈ താരത്തെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് സ്വന്തമാക്കി കഴിഞ്ഞിട്ടുണ്ട്. കേവലം 16 വയസ്സ് മാത്രമാണ് ഹാർലി ജെയിംസിന് ഇപ്പോൾ ഉള്ളത്. ഇനി 12ാമത്തെ താരം അത് ജെയിംസ് മക്കറ്റിയാണ്. ഇദ്ദേഹത്തെ സ്വന്തമാക്കാൻ നോട്ടിംഗ്ഹാം ഫോറസ്റ്റ് ഒരു ശ്രമം നടത്തിയിരുന്നു. അതായത് 25 മില്യൺ പൗണ്ടിന്റെ ഒരു ഓഫർ അവർ നൽകിയിരുന്നു. പക്ഷേ മാഞ്ചസ്റ്റർ സിറ്റി അത് നിരസിച്ച് കളയുകയാണ് ചെയ്തിട്ടുള്ളത്. 13ാമത്തെ താരം അത് ഹെക്ടർ ഫോർട്ടാണ്. ഈ താരത്തെ വിൽക്കാനാണ് FC ബാഴ്സലോണ ആഗ്രഹിക്കുന്നത്. പക്ഷേ 18കാരനായ ഈ ഫുൾ ബാക്ക് ഈ സമ്മറിൽ ക്ലബ്ബ് വിട്ട് പുറത്തു പോകാൻ ഉദ്ദേശിക്കുന്നില്ല. 14ാമത്തെ താരം അത് എച്ചവേരിയാണ്. അർജന്റീൻ പ്രതിഭയായ ഇദ്ദേഹം ഇപ്പോൾ മാഞ്ചസ്റ്റർ സിറ്റിയിലാണ് ഉള്ളത്. എന്നാൽ ഈ താരത്തെ ലോൺ അടിസ്ഥാനത്തിൽ കൊണ്ടുവരാൻ ഇറ്റാലിയൻ ക്ലബ്ബായ റോമക്ക് താല്പര്യമുണ്ട് എന്നുള്ളത് മാത്രമല്ല, അവർ അതിനു വേണ്ടിയുള്ള ശ്രമങ്ങൾ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. 15ാമത്തെ താരം അത് അലജാൻഡ്രോ ഗ്രിമാൾഡോയാണ്. ഈ താരത്തെ സ്വന്തമാക്കാൻ ബാഴ്സലോണക്ക് താല്പര്യമുണ്ട്. പക്ഷേ താരങ്ങൾ പുറത്തു പോകാതെ അത് സാധ്യമല്ല എന്ന കാര്യം ബാഴ്സക്ക് അറിയാം. അതുകൊണ്ട് തന്നെ ഇനാക്കി പെന, ഒറിയോൾ റോമിയോ, ക്രിസ്റ്റ്യൻസൻ എന്നിവരെയൊക്കെ
ഒഴിവാക്കാനുള്ള FC ബാഴ്സലോണയുടെ ശ്രമങ്ങൾ തുടരുകയാണ്. ഇനി 16ാമത്തെ താരം അത് അലജാൻഡ്രോ ഗർനാച്ചോയാണ്. ഇദ്ദേഹത്തെ സ്വന്തമാക്കാൻ ചെൽസിക്ക് താല്പര്യമുണ്ട് എന്നുള്ളത് നേരത്തെ വ്യക്തമായ ഒരു കാര്യമാണ്. പക്ഷെ 30 മില്യൺ പൗണ്ടിന് മുകളിൽ ഗർനാച്ചോക്ക് വേണ്ടി ചിലവഴിക്കേണ്ടതില്ല എന്ന ഒരു തീരുമാനം ഇപ്പോൾ ചെൽസി എടുത്തു കഴിഞ്ഞിട്ടുണ്ട്. ഇനി 17ാമത്തെ താരം അത് ഡൊണ്ണാരുമയാണ്. അതായത് PSG ഒരു പുതിയ ഗോൾ കീപ്പറെ സൈൻ ചെയ്തത് കൊണ്ട് തന്നെ ഇദ്ദേഹം ക്ലബ്ബ് വിടാനുള്ള ഒരുക്കത്തിലാണ്. മാഞ്ചസ്റ്റർ യുണൈറ്റഡ് താരത്തിന് വേണ്ടി ശ്രമിക്കുന്നുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ. ചർച്ചകൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. വില കൂടുതലായതിനാൽ എമിക്ക് വേണ്ടിയുള്ള ശ്രമങ്ങളിൽ നിന്നും മാഞ്ചസ്റ്റർ യുണൈറ്റഡ് പിൻവാങ്ങി എന്നുള്ള റിപ്പോർട്ടുകൾ നേരത്തെ പുറത്തേക്ക് വന്നിരുന്നു. ഇനി 18ാമത്തെ താരം അത് ആൻഡ്രിയാസ് ക്രിസ്റ്റ്യൻസൺ ആണ്. ഈ താരത്തെ ഒഴിവാക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾക്ക് FC ബാഴ്സലോണ നേരത്തെ തുടക്കം കുറിച്ചതാണ്. ഒരു സെന്റർ ബാക്ക് പുറത്ത് പോകേണ്ടി വരും എന്നുള്ളത് ഡക്കോ പരസ്യമായി പറഞ്ഞിരുന്നു. പക്ഷെ ഈ താരം ക്ലബ്ബ് വിടാൻ ഒരുക്കമല്ല. തനിക്ക് വരുന്ന ഓഫറുകൾ കേൾക്കില്ല എന്ന നിലപാട് അദ്ദേഹം ഇപ്പോൾ എടുത്തു കഴിഞ്ഞിട്ടുണ്ട്. ഇനി 19ാമത്തെ താരം അത് ഇസാക്കാണ്. ഇദ്ദേഹം ന്യൂകാസിൽ യുണൈറ്റഡിന്റെ ഏഷ്യൻ ടൂറിൽ നിന്നും പിൻവാങ്ങിയിരുന്നു. മാത്രമല്ല അതിനുശേഷം ട്രെയിനിങ്ങിന് അദ്ദേഹം എത്തിയിട്ടില്ല. വീട്ടിൽ സ്വന്തമായിട്ട് അദ്ദേഹം ട്രെയിനിങ് നടത്തുകയാണ്. ഒരു കാരണവശാലും ക്ലബിൽ തുടരാൻ അദ്ദേഹം ആഗ്രഹിക്കുന്നില്ല. ലിവർപൂളിലേക്ക് പോകാൻ മാത്രമാണ് അദ്ദേഹം ഇപ്പോൾ ആഗ്രഹിക്കുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ. ഇനി 20ാമത്തെ താരം അത് ലിയാൻഡ്രോ ട്രൊസാർഡാണ്. ഇദ്ദേഹം ആഴ്സണൽ വിട്ടേക്കും എന്നുള്ള റൂമറുകൾ സജീവമാണ്. അതുകൊണ്ട് തന്നെ ബൊറൂസിയ ഡോർട്ട്മുണ്ട് ഇദ്ദേഹത്തെ കാര്യമായി നിരീക്ഷിക്കുന്നുണ്ട്. പക്ഷെ ആഴ്സണൽ താരത്തെ കൈവിട്ടേക്കില്ല എന്നുള്ള റിപ്പോർട്ടുകളും ഉണ്ടായിരുന്നു. ഇനി 21ാമത്തെ താരം അത് നിക് പോപ്പാണ്. ന്യൂകാസിൽ യുണൈറ്റഡ് പുതിയ ഗോൾ കീപ്പറെ കൊണ്ടുവന്നതിനാൽ ഇദ്ദേഹത്തിന് സ്ഥാനം നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഈ താരത്തിൽ താല്പര്യം പ്രകടിപ്പിച്ചുകൊണ്ട് ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട്. ഇനി 22ാമത്തെ താരം അത് വിൽ റൈറ്റ് ആണ്. 17 വയസ്സ് മാത്രമുള്ള ഈ താരത്തെ ലിവർപൂൾ സ്വന്തമാക്കുകയാണ്. ആഴ്സണൽ താരവുമായി ചർച്ചകൾ നടത്തിയിരുന്നു. പക്ഷെ ഇദ്ദേഹം ലിവർപൂളിനെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. സാൽഫോർഡിൽ നിന്നാണ് താരം ലിവർപൂളിൽ എത്തുന്നത്. ഇനി 23ാമത്തെ താരം അത് റൊണാൾഡ് അരൗഹോയാണ്. ക്ലബിനകത്ത് ഒരു ബാക്കപ്പ് ഓപ്ഷൻ ആയിക്കൊണ്ട് തുടരാൻ അരൗഹോ ഇപ്പോൾ ഉദ്ദേശിക്കുന്നില്ല, ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ FC ബാഴ്സലോണ വിടുന്ന കാര്യം അദ്ദേഹം പരിഗണിച്ചേക്കും എന്നാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത്. 24ാമത്തെ താരം അത് നിക്കോളാസ് ജാക്സൺ ആണ്. ഈ താരത്തിന് വേണ്ടിയുള്ള ശ്രമങ്ങളിൽ നിന്നും മാഞ്ചസ്റ്റർ യുണൈറ്റഡ് പിന്മാറിക്കഴിഞ്ഞു. നിലവിൽ ന്യൂകാസിൽ യുണൈറ്റഡ് ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. പക്ഷെ വലിയ ഒരു തുക തന്നെയാണ് താരത്തിന് വേണ്ടി ചെൽസി ഇപ്പോൾ ആവശ്യപ്പെടുന്നത്. 25 ഡഗ്ലസ് ലൂയിസുമായി ബന്ധപ്പെട്ടതാണ്. ഈ ബ്രസീലിയൻ താരം യുവന്റസ് വിടാൻ തീരുമാനിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ക്ലബ്ബുകളായ എവർട്ടൺ, വെസ്റ്റ് ഹാം യുണൈറ്റഡ്, നോട്ടിംഗ്ഹാം ഫോറസ്റ്റ് എന്നിവരാണ് താരത്തിന് വേണ്ടി പോരാടിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം പ്രീമിയർ ലീഗിൽ വളരെയധികം എക്സ്പീരിയൻസ് ഉള്ള ഒരു താരമാണ് ഡഗ്ലസ് ലൂയിസ്. പക്ഷെ അദ്ദേഹത്തിന് യുവന്റസിൽ വേണ്ടത്ര തിളങ്ങാൻ കഴിഞ്ഞിരുന്നില്ല. ഇതോടുകൂടിയാണ് യുവന്റസ് വിടാൻ അദ്ദേഹം തീരുമാനിച്ചിട്ടുള്ളത്. ഇനി 26ാമത്തെ താരം അത് സാവി സിമൺസ് ആണ്. ഈ താരത്തിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ ചെൽസി തുടരുകയാണ്. ഇതിനിടെ ബയേൺ മ്യൂണിക്ക് അദ്ദേഹത്തിന് വേണ്ടി ഒന്ന് ശ്രമിച്ചിരുന്നു. പക്ഷേ പ്രീമിയർ ലീഗിലേക്ക് പോകുന്നതാണ് തൻ്റെ താല്പര്യമെന്ന് താരം ഇപ്പോൾ അവരെ അറിയിച്ചിട്ടുണ്ട്. ഏതായാലും 26 താരങ്ങളുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റുകളാണ് നമുക്ക് ഈ എപ്പിസോഡിൽ പങ്കുവെക്കാനുള്ളത്. അടുത്ത എപ്പിസോഡുമായി വീണ്ടും കാണാം.